അർപ്പിച്ചിടാമേ ദിവ്യബലി. അനുരഞ്ജിതരായി ഒരുമയോടെ അർപ്പിച്ചിടാമേ ദിവ്യബലി. അനയാം കാഴ്ചയേകിടാം തിരുബലിയിൽ പൂർണ്ണമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ബിപിൻ രാജ്, ശ്രുതി, ബഹുമാനം നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബിപിൻ രാജ്, ശ്രുതി, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. അങ്ങനെ ഒന്നാക്കി തീർക്കുന്ന ആ പാവനമായ ആ കർമ്മത്തിന് പങ്കുചേരുവാനാണ്, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കാനാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും മറ്റെല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നേർന്നുകൊള്ളുന്നു. വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് സാധാരണ കുറവുകളുള്ള ബലഹീനരായ മനുഷ്യർ ഒന്നായിത്തീരുന്ന ഒരു കൂദാശയാണല്ലോ വിവാഹം എന്ന കൂദാശം. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ കുറവുകളൊക്കെ ആര് നിറവുകളാക്കി തീർക്കുമെന്നുള്ളതാണ് നമ്മളിന്ന് നിങ്ങൾ ഒന്നായിത്തീരുമ്പോൾ നമ്മുടെ മുൻപിലെ ചോദ്യം. കാനായിലെ വിവാഹ വിരുന്നിലെ കുറവുകളെ നികത്താനായിട്ട് സാധിച്ചത് ക്രിസ്തുവിനാണ്. അതിന് മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹം നിറഞ്ഞ ബിപിൻ രാജ്, ശ്രുതി, നിങ്ങൾ രണ്ടുപേരും കുറവുകളോടുകൂടെ ഇന്ന് ഒന്നായിത്തീരുമ്പോൾ നിങ്ങളുടെ കുറവുകളെയൊക്കെ നിറവുകളാക്കാനായിട്ട് ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ മറിയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുവിന് പ്രാധാന്യം എത്രമാത്രം നൽകുന്നുവോ അത്രമാത്രം നിങ്ങളുടെ കുറവുകളൊക്കെ നിറവുകളാക്കി തീരും. എത്രമാത്രം പരിശുദ്ധ മറിയത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാധാന്യം നൽകുന്നു അത്രമാത്രം ആ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കും. അങ്ങനെ യേശുവിലും പരിശുദ്ധ അമ്മയിലും ആശ്രയിച്ചുകൊണ്ട് തിരുക്കുടുംബമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ബലിയിൽ പങ്കുചേരാം. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ഈ കുടുംബജീവിതത്തിന് ഇന്ന് ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് ഒരേ ഹൃദയത്തോടുകൂടെ ഇവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ ബലിയിൽ പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങൾ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ
നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവ്വശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാ മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ തൃത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ ബിബിൻ ജോർജിൻ്റെയും ശ്രുതിയുടെയും മേൽ അങ്ങേ കൃപകാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കൾ മുമ്പിലോട്ട് ഈ കസേര വന്നിരിക്കുക. ഈ കസേരയിൽ വന്നിരിക്കുക. വരൻ്റെ വധുവിൻ്റെയും മാതാപിതാക്കളും പിന്നെ കുറച്ച് ബന്ധുമിത്രാദികൾക്കും ആ കസേര ഇരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടണമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ്
മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവിനെ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വിജിലച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം ബഹുമാനമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുന്നത് എന്തും ഏറ്റവും മനോഹരമായിരിക്കുമെന്ന് ഇന്ന് ഈ ദേവാലയം വെളിപ്പെടുത്തുകയാണ്. സ്നേഹം കൊണ്ട് ചേർത്ത് വയ്ക്കാൻ പോകുന്ന വിപിൻ്റെയും ശ്രുതിയുടെയും ജീവിതം ഈ ദേവാലയത്തിൽ ഇത്രയേറെ വൈദികരെ കൊണ്ടും പ്രിയപ്പെട്ടവരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ചില വാക്കുകളൊക്കെ ഇന്ന് അനർത്ഥമാകുകയാണ്. ഞാൻ അച്ഛനായിട്ട് ആദ്യ വർഷങ്ങളിലൊക്കെ ഈ ഭവന സന്ദർശനം പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു, കർത്താവെ, ഈ കുടുംബത്തെ തിരുക്കുടുംബം പോലെ ആക്കണമേ എന്ന്. പക്ഷേ ആദ്യ വർഷത്തിൽ തന്നെ ആ പ്രാർത്ഥന ഒരു സമയം നിർത്തി. അതിന് കാരണം അത്ര ധൈര്യം വന്നിട്ടില്ല അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്. അതിന് കാരണം ഇതാണ്, തിരുക്കുടുംബത്തെ കുറച്ചും കൂടി മനസ്സറിഞ്ഞ് ധ്യാനിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഏത് കുടുംബമാണോ ആത്മാർത്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ചത് അന്നു മുതൽ അവർക്ക് സങ്കടത്തിൻ്റെയും വേദനയുടെയും കഥകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ഏറെ തെറ്റിദ്ധരിക്കപ്പെടാനും സംശയിക്കപ്പെടാനും സാധ്യതയുണ്ടായിട്ടും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടി ഒളിക്കാൻ ഇടയുണ്ടായിട്ടും ജീവിതത്തിൽ സങ്കടങ്ങളുടെ കഥകൾ മാത്രം പറയാനുണ്ടായിരുന്നതുമായ ഒരു കുടുംബത്തിൻ്റെ പേരാണ് നസ്രത്തിലെ തിരുക്കുടുംബം. ഒടുവിൽ ആ കുടുംബം കാൽവരിയുടെ നെറുകയിൽ വേദനയോടെ അവസാനിക്കുന്നു എന്ന് നാം എല്ലാവരും ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം, എങ്ങനെ മനുഷ്യർക്ക് ധൈര്യം വരും എല്ലാ കുടുംബങ്ങളെയും തിരുക്കുടുംബം പോലെ ആക്കണമേ എന്ന്? ഇങ്ങനെ ഒരു ധൈര്യമില്ലാത്തത് കൊണ്ട് പല കുടുംബങ്ങളുടെ മുമ്പിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ആ പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. കുറച്ചും കൂടി ധൈര്യമുണ്ട്. അതിന് കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, എല്ലാ വേദനകളും സങ്കടങ്ങളും കണ്ണുനീരും ആ നസ്രത്തിലെ തിരുക്കുടുംബത്തിലുണ്ടായിരിക്കുമ്പോഴും ഒരു കാര്യം ഏറ്റവും പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. എല്ലാ വേദനകൾക്കും കണ്ണീരുകൾക്കും അപ്പുറം അവർ പരസ്പരം കരം ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഒരിക്കലും പരാതികൾ പറയാതെ, പരിഭവം പറയാതെ, ഏറെ ആനന്ദത്തോടെ അവർ പിടിച്ച കരം നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ് തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിപിൻ, ശ്രുതി, ഇന്ന് പുരോഹിതൻ നിങ്ങളോട് പറയുന്ന ആദ്യ വാക്കിതാണ്, നിങ്ങളുടെ വലതുകരം ചേർത്ത് പിടിച്ച് നിങ്ങൾ പറയേണ്ട ചില വാക്ക്. ഈ കരം നിങ്ങൾ ഏതൊരു അവസ്ഥയിലും കൈവിട്ട് കളയരുത്. ജീവിതത്തിൻ്റെ ആദ്യ സൗന്ദര്യവും ആദ്യ നന്മയുമെന്നും പിന്നീട് അധിക നാൾ ഉണ്ടാകണമെന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും നിങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ഒരുമിച്ചായിരിക്കണമെന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പരസ്പരം കരം ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിമിഷം മുതൽ ഇനി മരണം വരെ നിങ്ങൾ ഈ കരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചോദ്യം ഇതിനകത്തുണ്ട്. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വിപിനോട് ചോദിക്കും, ശ്രുതിയെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കും. ശ്രുതിയോടും ആരെങ്കിലുമൊക്കെ ചോദിക്കും, ഈ വിപിനെ എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങൾ പരസ്പരം നിങ്ങൾ മാട്രിമോണി വഴി കിട്ടിയെന്നോ ആരെങ്കിലും ബന്ധുക്കൾ പറഞ്ഞാണ് പരിചയപ്പെട്ടെന്നോ ഒന്നും പറഞ്ഞു കളയരുത്. നിങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഒരു അൾത്താരുടെ മുമ്പിൽ വെച്ച് കിട്ടിയെന്ന് വേണം പറയാൻ. കാര്യം, വിപിൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഈ അൾത്താരുടെ മുമ്പിൽ ഇപ്പോൾ കടന്നു വന്നത്. വിപിൻ്റെ കൂടെ ഒരു ജീവിത പങ്കാളിയും ഇല്ലായിരുന്നു. ശ്രുതിയും ഒറ്റയ്ക്കാണ് ഈ ദേവാലയത്തിൽ കടന്നു വന്നത്. ഇപ്പോൾ ജീവിത ഒരു പങ്കാളി കൂടെയില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ കൂടെ കിട്ടും. നിങ്ങളുടെ ഈ അൾത്താരയാണ്, ഈ ദേവാലയമാണ് നിങ്ങൾക്ക് പരസ്പരം ഒരു ഇണയെ തന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട്
വിപിനോട് ശ്രുതി എവിടെ നിന്ന് കിട്ടിയെന്നോ ശ്രുതിക്ക് വിപിനെ എവിടെ നിന്ന് കിട്ടിയെന്നോ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട വാക്ക് അത് എനിക്ക് എൻ്റെ ദേവാലയത്തിൽ നിന്റെ കർത്താവ് തന്നെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും നിങ്ങൾ കൂടെ ഒരാളുണ്ട് എന്നും നിങ്ങൾ ഇനി ഓർമ്മ വേണം. നിങ്ങൾ ഒന്നാക്കപ്പെടുന്ന ഇടം ഇതാണ്. നിങ്ങളെ ചേർത്ത് വെച്ച ഇടം ഈ ദേവാലയവും ഈ അൾത്താരയുമാണ്. നിങ്ങൾ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒത്തിരി ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും, ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തോടൊപ്പം നമുക്കൊരു കാര്യം കൂടി തരും, അത് വാരണ്ടി കാർഡാണ്. അതുപോലെ ഈ ഒന്നാക്കപ്പെടുന്ന ഇടത്ത് വെച്ച് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു വാരണ്ടി കാർഡുണ്ട്. ഈ വാരണ്ടി കാർഡിന് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇതിന് വാലിഡിറ്റി എന്ന് പറയുന്നത് 1 മാസമോ 2 വർഷമോ 3 വർഷമോ അല്ല, മരണം വരെയാണ്. അതാണ് നിങ്ങൾ പറയുന്ന വാക്ക്. മരണം വരെ ഞാൻ നിന്റെ കൂടെ ആയിരിക്കും. അങ്ങനെ മരണം വരെ ഒന്നായിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ കിട്ടിയ സാധനത്തിന് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരും, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ച സാധനത്തിന് ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിച്ച് കംപ്ലൈൻറ്റ് ചെയ്താൽ നമ്മൾ ആ മൊബൈലിനോട് കുറ്റപ്പെടുത്താറില്ലല്ലോ, നീ എന്താ ശരിയാകാത്തത് മൊബൈലിനോട് ചോദിക്കാറില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? എവിടെയാണോ വാങ്ങിച്ചത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറയും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ഒന്ന് ശരിയാക്കി തരണം. ഇതാണ് നിങ്ങളുടെ വാരണ്ടി കാർഡ്. നിങ്ങൾക്ക് ഈ ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ വാരണ്ടി കാർഡ് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം കുറ്റം പറയരുത്, പരസ്പരം നിങ്ങൾ പഴിച്ചാരരുത്, ഈ മനുഷ്യരോടും പറഞ്ഞു നടക്കരുത്. നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരേണ്ട ഇടം എവിടെ വെച്ചാണോ നിങ്ങൾ ഒന്നാക്കപ്പെട്ടത്, എവിടെ വെച്ചാണോ നിങ്ങളുടെ സ്നേഹം ആശീർവദിക്കപ്പെട്ടത്, അവിടെ നിങ്ങൾ വരണം. എന്നിട്ട് പറയണം, നന്നായിട്ടൊക്കെയാണ് മുന്നോട്ട് പോയത്, എവിടേക്കോ ചില കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയണം. പ്രിയമുള്ളവരെ, അതാണ് നിങ്ങൾ രണ്ടുപേർക്കും സഹായകമാകുന്നത്. ദൈവത്തെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഈ ജീവിതം മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഈ വാരണ്ടി കാർഡിന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. ഞാൻ വിജിലച്ചൻ എനിക്ക് സെമിനാരി കാലം മുതലേ അറിയാം. അതുകൊണ്ട് തന്നെ വിപിനെയും എനിക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാം. വിപിന് ഈ പ്രായം കൂടുന്നവരും ചിലർക്ക് സൗന്ദര്യം കൂടുന്ന പോലെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വിപിനല്ല, ഇപ്പോൾ കുറച്ചും കൂടി സൗന്ദര്യമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവണം, എങ്കിലും കാണാൻ നല്ല സുന്ദരനായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രുതിയും നല്ല സുന്ദരിക്കുട്ടിയായിട്ട് നല്ല രീതിയിൽ മനോഹരമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ദേവാലയത്തിലെ ഏറ്റവും മനോഹരമായ നിങ്ങൾ രണ്ടുപേരെയും കാണാൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, പ്രായം കഴിയുന്തോറും നിങ്ങളുടെ സൗന്ദര്യം വളരെ മനോഹരമാണ്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും സുന്ദരന്മാരായിട്ടൊക്കെ നിങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്ത് ചില മനുഷ്യരിപ്പുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങളുടെ സൗന്ദര്യത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ അറിവിനും വേണ്ടി ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചും അവരുടെ ആരോഗ്യം കളഞ്ഞും അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തിയ മനുഷ്യരാണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ. ഇവർക്കും നിങ്ങളെപ്പോലെ പണ്ട് സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ നല്ല കഴിവും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അത്ര സൗന്ദര്യമൊന്നുമില്ല. അവരുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടാവും, ചില രോഗങ്ങളൊക്കെ അവർക്കുണ്ടാകും, ചിലപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും, പഴയ രീതിയിലൊന്നും ഓടി നടക്കാനും ഒരുപക്ഷെ അവർക്ക് പറ്റുന്നില്ലായിരിക്കും. വിപിൻ, ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, നിന്റെ അമ്മ ഓടിയ ഓട്ടം അത് നിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ട് ശ്രുതിയും ഓർത്തിരിക്കണം, നിന്റെ അപ്പനും അമ്മയും ഓടിയൊരു ഓട്ടം അത് നിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വചനം വായിക്കുമല്ലോ, ഭാര്യ ഭർത്താക്കന്മാർ അവർ മാതാപിതാക്കളെ വിട്ട് പരസ്പരം ചേർന്നിരിക്കണം. ഈ മാതാപിതാക്കളെ വിട്ട് ചേർന്നിരിക്കണമെന്നതിൻ്റെ അർത്ഥം ഇവരെ മറന്നു കളയണമെന്നല്ല, ഇവരെ വിട്ടുപേക്ഷിക്കണമെന്നല്ല. ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വിശ്വാസം, ഇവർ നിങ്ങൾക്ക് പകർന്ന സ്നേഹം, ഇവർ നിങ്ങൾക്ക് പകർന്ന അനുഭവങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. ഇവരെയും ചേർത്ത് പിടിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം എന്നും ജീവിക്കാനായിട്ട്. ശ്രുതിയുടെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും ഫലമായിട്ട് നിങ്ങൾ ഈ ദേവാലയത്തിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് നല്ലൊരു മരുമകനെ വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ദൈവത്തോട്. വിപിൻ്റെ അമ്മയും ഒത്തിരി നാൾ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എൻ്റെ മകന് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നല്ലൊരു മരുമകളെ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മാറ്റണം. ഈ വിവാഹത്തിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു മരുമകനല്ല, നിങ്ങളുടെ മകനെപ്പോലെ നിങ്ങൾ വിപിനെ കരുതണം. അതേ കണക്ക് വിപിൻ്റെ അമ്മയും ഒരു മരുമകളെ വീട്ടിൽ സ്വീകരിക്കുമെന്ന് ചിന്തിക്കരുത്, മറിച്ച് ഒരു മകളെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കണം. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരുമക്കളുടെ കുറവുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, പക്ഷേ മക്കളുടെ കുറവുകളൊക്കെ നമ്മൾ ക്ഷമിക്കും, പൊറുക്കും, സഹിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ മക്കളെ വീട്ടിൽ സ്വാഗതം ചെയ്യുന്ന പോലെ സ്വീകരിക്കുന്ന പോലെ വേണം നിങ്ങൾ ഈ സ്വാഗതം ചെയ്യാനായിട്ട്.
അങ്ങനെ ഒരു കുടുംബമായി രണ്ട് കുടുംബങ്ങൾ ഒന്നാക്കപ്പെടുമ്പോൾ ഇവിടെ സ്നേഹം ഇരട്ടിപ്പിക്കണമെന്നതാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇനി ദേവാലയത്തിൽ ഒരുമിച്ചായിരിക്കുന്നത് വിപിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഒരിക്കലും ഇവർ ചേർത്ത് പിടിക്കുന്ന കരം കൈവിടാതെ മരണം വരെ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കരങ്ങൾ ഒന്നായിരിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരെയും ഒക്കുന്ന കരങ്ങളോട് കൂടിയാണ്. ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴും ഇനിയുള്ള നാളുകളുമൊക്കെ നമ്മളുടെയൊക്കെ ഓർമ്മയിലും മറവിയിലുമൊക്കെ പ്രാർത്ഥനയും ഈ ദമ്പതികളും കൂടെ ഉണ്ടാകാം. ഇവർ കുറവുള്ള ജീവിതം കൊണ്ട് ആരംഭിക്കുന്ന ജീവിതം നിറവുള്ള ഒരു ജീവിതമാകാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം ദൈവത്തിൻ്റെ സ്വപ്നമാണ്, സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുന്ന ഈ ഒരു നിമിഷം നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെ നാമത്തിൽ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹാശീർവാദ കർമ്മമാണ്. വരനും വധുവും അതോടൊപ്പം തന്നെ 2 സാക്ഷികളും മുൻപോട്ട് വരിക. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ഞാൻ സ്നേഹത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. വിപിൻ ജോർജ്, ശ്രുതി, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ ശ്രുതിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ച് ആദരിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വിപിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.
നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹ ആശസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആമേൻ. ദൈവമേ, ഈ താലിമൂത്രവും ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കണമേ. ആമേൻ. ദൈവമേ, പ്രസാദവൃത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകൂടി ദയാപൂർവം ആശീർവദിക്കണമേ. ഞാഴ്ചാൻ അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക.
സഹോദരൻ, എൻ്റെയും നിങ്ങളുടെയും സർവശക്തന്റെ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവം സ്വീകരിക്കുകയും വിവാഹകൂദാശയിൽ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ചതിന് പിതൃവാത്സല്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും എന്തെന്നാൽ അങ്ങേ ജനകമായ ഒരു പുതിയ ഉടമ്പടി ചെയ്തു. അങ്ങനെ അങ്ങേ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യം വഴി അങ്ങ് അവരെ വീണ്ടെടുക്കുകയും ദൈവപ്രകൃതിയിൽ പങ്കുകാരാക്കുകയും അങ്ങേ സ്വർഗീയ മഹത്വത്തിൽ കൂട്ടവകാശികളാക്കി തീർക്കുകയും ചെയ്തു. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെ അങ്ങേ കൃപാകര സമൃദ്ധി ഞങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കൂദാശ അങ്ങേ സ്നേഹത്തിന്റെ അവർണ്ണനീയമായ പദ്ധതിയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും അവിരാമം സ്തുതിച്ചുകൊണ്ടും അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി
സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണികളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനായിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴങ്ങൾ പാനപാത്രങ്ങൾ വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീന സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ തോമസ് മെത്രാനോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ
ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതം ആയിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ ഈ അൽത്താരയെ സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാർ പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിപ്പിക്കപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കുവാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അവിടുത്തെ പ്രിയദാസരായ വിവിൻ്റെയും ശ്രുതിയുടെയും മേൽ അങ്ങേ വലത്തുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്തുവാനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജരാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ പ്രിയദാസി ശ്രുതിയനെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെ ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അവിടുത്തെ പ്രിയദാസൻ വിപിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിൽ ഒന്നായിത്തീർന്നു അങ്ങേ മേശയെ സമീപിക്കുവാൻ അഭിലഷിക്കുന്നവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോട് പങ്കുചേരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം പ്രകടമാക്കും. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീത. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണിപ്പോൾ. കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള പരിശുദ്ധ കുർബാന സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ളവർ മാത്രം പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് മുമ്പോട്ട് വരിക. ബാക്കിയുള്ളവർ നിശബ്ദമായി സ്വസ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക. Bye.
ഇനിലാற்றങ്ങൾ വഴിതേടും ഇനികാത്ത നീർവേലി. ഒരു കോടി വിൺമീൻകൾ ദിനം തോன்றினும் നീ ഇன்று എൻ வாழ்வு இருள் சூழ்ந்திடும். பிறர் அன்பு என்பதே நான் ஏற்கையில் உன் அன்பு உயிர் தந்து வாழ்வாகிடும். இறை வார்த்தையில் நிறைவாகுவே மறைவாழ்விலே நிலையாகுவே. வழி தேடும் என்னை காக்க நீர் வேண்டுமே. இறைவா இறைவா வருவாய் இங்கே. இதயம் அருகில் அமர்வாயின்றே. இறைவா இறைவா வருவாய் இங்கே. இதயம் அருகில் அமர்வாயின்றே. என் தேடல் நீ என் தெய்வமே. நீ இன்று என் வாழ்வு நிறம் மாறுதே. உன்னை மனம் தேடுதே. நீ வழி காட்டுமே. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയാൽ ഒന്നായി തീർന്ന ഇവർ അങ്ങയോട് സദാ ചേർന്നു നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നന്ദിയുടെ വാക്ക് ഇന്ന് എൻ്റെ സഹോദരന്റെ വിവാഹ വിധിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിന് വലിയ സ്നേഹത്തോടെ ഞാൻ അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാ ചാച്ചന്മാരും ഞാൻ ഈ രൂപതയിലെ വൈദികനാണ് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായ കുർബാന എൻ്റെ സഹോദരന്റെ പ്രാർത്ഥിക്കുവാനും എല്ലാ അച്ഛന്മാർക്കും
ഏറെ സ്നേഹത്തോടെ ഈ നിമിഷം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ ഫാദേഴ്സ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിവാഹം ഇവിടെ വെച്ച് നടക്കുന്ന കാര്യം ഞാൻ പള്ളം ഇടവക വികാരിയായ തദയൂസ് അച്ഛനെ അറിയിച്ചു. അച്ഛൻ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഒരുക്കുകയും ഒന്നിനും ഒരു തടസ്സം പറയാതെ എല്ലാം ഞാൻ പറയുന്നത് പോലെ തന്നെ അച്ഛൻ എല്ലാം കൃത്യമായിട്ട് എല്ലാം ഒരുക്കി തന്നു. അച്ഛനോടൊപ്പം ഇവിടുത്തെ സിസ്റ്റേഴ്സും പാരിഷ് കൗൺസിൽ അംഗങ്ങളും സഹായിച്ചു. അപ്പോൾ പള്ളം ഇടവക വികാരി തദയൂസ് അച്ഛനും സിസ്റ്റേഴ്സിനും അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വധുവിൻ്റെ വീട്ടിൽ നിന്നും വരൻ്റെ വീട്ടിൽ നിന്നും എൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ഞങ്ങളുടെ രണ്ട് കുടുംബത്തിൻ്റെയും നൗ ഇറ്റ്സ് ഓൺ ഫാമിലി ഇപ്പോൾ ഒരു കുടുംബമായിട്ട് മാറി രണ്ട് കുടുംബത്തിൻ്റെയും നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് എൻ്റെ സഹോദരനായതുകൊണ്ട് ഞാൻ വേറെ കല്യാണങ്ങളിൽ പോയി അങ്ങനെ പറയാറില്ല. സഹോദരനായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വായിച്ച ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. പറുദീസ നഷ്ടമായത് ആദ്യ മാതാപിതാക്കൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ അതിനുശേഷം പറുദീസ നഷ്ടമായതിനു ശേഷം ആദം ഓർത്തു, ഹവ്വ പാവം, അവൾക്ക് കിട്ടിയ ഒരു ആപ്പിള് എനിക്ക് തന്നതല്ലേ, അതിനെ ഞാൻ അവളെ ഇനി പഴിചാരിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. പിന്നീട് അതിലൂടെ വലിയൊരു പരമ്പരയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ പരസ്പരം തെറ്റ് ചെയ്യുമ്പോൾ ശ്രുതി വിപിനെതിരായി, വിപിൻ ശ്രുതിക്കെതിരായി തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന കുടുംബമാകുന്ന പറുദീസ നഷ്ടമാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ പരസ്പരം ചേർത്ത് പിടിക്കാൻ നോക്കിയാലുണ്ടല്ലോ, താങ്ക് യു, സോറി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നോക്കിയാൽ നഷ്ടപ്പെട്ട പറുദീസ തിരികെ വരും. കുടുംബം നല്ലൊരു പറുദീസയായിട്ട് മാറാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. എപ്പോഴും പറുദീസ അനുഭവം ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നല്ലൊരു കുടുംബമായിട്ട് മാറിയ ഇന്ന് മുതൽ അവരൊരു ഫാമിലിയായി നമുക്കെല്ലാവർക്കും ഒരു കൈയടി നൽകി അവർക്ക് ആശംസകൾ നൽകുക. കൺഗ്രാജുലേഷൻസ്. നമുക്കെല്ലാവർക്കും ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
ദൈവം